പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കാലം എഴുന്നേറ്റപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ട് കാണും. അതായത് 13 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി തൻ്റെ വല്യപ്പനെ കൊന്നു. അതും കൊട്ടേഷൻ സംഘം ഒരുക്കി. 13 വയസ്സ്. നാം ഒന്ന് ഓർത്തു നോക്കുക, വെറും 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന പെൺകുട്ടി. ഞാൻ ആ വാർത്ത എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. കാരണം 13 വയസ്സുള്ള പെൺകുട്ടി വല്യപ്പനെ കൊല്ലണമെങ്കിൽ എങ്ങനെ ധൈര്യം കിട്ടുന്നു? പ്രിയ ദൈവമക്കളെ, ഈ ദിനങ്ങളിൽ നാം ഒരു കാര്യം ഓർത്തു നോക്കുക. നമ്മുടെ കുട്ടികളെല്ലാം വളരുന്ന ഈ ലോകം വല്ലാത്ത വിധത്തിൽ പൈശാചികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ. അതായത് ഞാൻ എൻ്റെ കുട്ടിക്കാലം ആ 13 വയസ്സൊന്ന് ഓർത്തു. അതായത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനും എൻ്റെ കൂടെയുള്ള ബീന, എൻ്റെ അനിയത്തി, ഞങ്ങൾ 3 പേരെ ഞങ്ങളുടെ സംസാരത്തിൽ ഒരു 5 രൂപയെ പറ്റി ഞങ്ങൾ സംസാരിപ്പാനിടയായിത്തീർന്നു. അതായത് 5 രൂപ ഞങ്ങളുടെ കൈവശം കിട്ടിയപ്പോൾ അത് ചില്ലറ മാറാൻ ഞങ്ങൾ പാടുപെട്ടു. അന്ന് അമ്മയോട് പറഞ്ഞ ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം വേണ്ട, ഞങ്ങൾ സ്കൂളിൽ നിന്ന് കഴിച്ചോളാം. അന്നേരം ആ സ്കൂളിലെ ഓരോ ചിന്തയിലേക്ക് ഞങ്ങളുടെ ആ ചിന്തകൾ പോകുവാൻ ഇടയായിത്തീർന്നു. അന്ന് 5 രൂപ കിട്ടിയതൊന്ന് മാറിയെടുക്കാൻ പാടുപെട്ടെങ്കിൽ ഇന്ന് നോക്കൂ പ്രിയ ദൈവമക്കളെ, ആ കുഞ്ഞ് തൻ്റെ വല്യപ്പനെ കൊല്ലുവാൻ ഒരു മടിയും കാണിക്കുന്നില്ല. പല കൂട്ടുകാരെ ഒപ്പിക്കുന്നു, താൻ അതിന് വഴിയൊരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ. 13 വയസ്സുള്ള കുഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ലോകം എപ്രകാരമായി തീർന്നുവെന്ന് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് തീമോഥെയോസിൻ്റെ 2ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദർശികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിച്ചു കളയുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പ്രിയ ദൈവമക്കളെ നോക്കൂ, തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഓരോന്ന് ഇന്ന് ഹല്ലേലൂയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുന്നമേ നമുക്ക് മുന്നറിയിപ്പുകൾ ഓരോന്നും ദൈവവചനത്തിലൂടെ തരുമ്പോൾ നാം അത് തള്ളിക്കളയുന്നവരായിട്ടല്ല ആകേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ വചനത്തിൽ നമ്മളൊന്ന് ഉറപ്പുള്ളവരായി ആ വചനം വേണ്ടും പോലെ ഒന്ന് പഠിച്ച് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആ കുഞ്ഞുങ്ങൾ ഈ വചനം ഒന്ന് പഠിക്കട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊന്ന് അവരായിത്തീരട്ടെ. പ്രിയ ദൈവമക്കളെ, ദൈവപ്രിയമില്ലാതെ ഹല്ലേലൂയ ദൈവത്തെ ഭയമില്ലാതെ ദ്രവ്യാഗ്രഹികളായി ആരെയും എങ്ങനെയും കൊല്ലണം, എങ്ങനെയും ഇല്ലാതാക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങളായി തീർന്നിരിക്കുന്നു. വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താപ്പച്ച ലോകത്തിൻ്റെ അധീനതയിൽ ഹല്ലേലൂയ ദുഷ്ടൻ കാണുവാൻ ഇടയാക്കാതെ ഹല്ലേലൂയ പിശാചിൻ്റെ ബന്ധനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അകപ്പെടാതെ കർത്താവെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇതിൽ പറഞ്ഞിരിക്കുന്നല്ലോ, ദ്രവ്യാഗ്രഹികളെ സ്വസ്നേഹികൾ ഹല്ലേലൂയ അവരെ തന്നെ സ്നേഹിക്കുക. അവരുടെ ഇഷ്ടത്തിന് അവർക്ക് പോകുവാൻ വേണ്ടി ഹല്ലേലൂയ എന്തും ചെയ്യുവാൻ മടിക്കാത്ത കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഒരു നിമിഷം പോലും മാതാപിതാവ് തനിക്ക് വേണ്ടി എന്തുമാത്രം കണ്ണുനീരൊഴുക്കി, അവരെന്നെ എത്രമാത്രം സ്നേഹിച്ചു, എന്നെ ഇത്രമാത്രം വളർത്തിയെടുത്തെന്ന് ഒരു നിമിഷം പോലും ഓർക്കുവാൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരൊഴുക്കാം. മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരൊഴുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ദ്രവ്യാഗ്രഹത്തിന് ഇടം കൊടുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് മനസ്സിലാക്കി കൊടുക്കുക.
കൊടുക്കുക. മാതാപിതാക്കളെ സ്നേഹിക്കുവാനുള്ള, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനുള്ള ഒരു നല്ല ഹൃദയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം.